സുപ്രഭാതം 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 നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ ജ്യോതിർമയ ഉഷസിനെ വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ സുപ്രഭാതം 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 അഞ്ജനക്കല്ലുകൾ മീനുക്കിയടുക്കി അഖിലാണ്ട മണ്ഡല ശില്പി അഞ്ജനക്കല്ലുകൾ മീനുക്കിയടുക്കി അഖിലാണ്ട മണ്ഡല ശില്പി പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ചമന്ദിരമേ മന്ദിരമേ മന്ദിരമേ പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ചമന്ദിരമേ നിന്റെ നാലുകെട്ടിൻ്റെ പടിപ്പുരമുറ്റത്തു ഞാൻ എൻ്റെ മുറി കൂടി പണിയിച്ചോട്ടെ ആഹാ ഓഹോ ആഹാ നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ ആയിരം താമര തളിരുകൾ വിടർത്തി അരയന്നങ്ങളെ വളർത്തി ആയിരം താമര തളിരുകൾ വിടർത്തി അരയന്നങ്ങളെ വളർത്തി വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങുന്ന വനസരോവരമേ സരോവരമേ സരോവരമേ വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങുന്ന വനസരോവരമേ നിന്റെ നീലവാർമൂടി ചുരുളിൻ്റെ അറ്റത്ത് ഞാൻ എൻ്റെ പൂക്കൂടി ചൂടിച്ചോട്ടെ ആഹാ ഓഹോ ആഹാ നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ ജ്യോതിർമയ ഉഷസിനെ വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ സുപ്രഭാതം 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 സുപ്രഭാതം. വെരി ഗുഡ് വെരി ഗുഡ്. അജൽ ഹലോ ബ്യൂട്ടിഫുൾ അജൽ. ഇപ്പൊ നോട്ടൊക്കെ കുറഞ്ഞല്ലോ. ഞങ്ങള് കഴിഞ്ഞ ദിവസം കൂടെ ചീത്തോളൂ ഇനി നിന്റെ ഈ നോട്ടം നിർത്തിക്കൊള്ളണം എന്ന്. ഞാൻ നോക്കിയപ്പോ ഇത്തവണ നോക്കിയതേ ഇല്ല. കണ്ണടച്ചു. അല്ല അത് ഞാൻ പറയാനിരിക്കായിരുന്നു. അയ്യോ സാർ, കാരണം ഒരു ഐ കോണ്ടാക്ട് ഇല്ലാതെ ഇങ്ങനെ പാടുന്നത് ശരിയല്ല എന്ന് പറയാൻ പോകുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുന്നത് മാറ്റിക്കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കായിരുന്നു എന്ന് പറഞ്ഞ് മൊത്തം ഇരുട്ടത്തിരുന്ന് പാടുന്നവരെ കണ്ണടച്ച് പാടണോ? ഫുൾ കണ്ണടച്ചാ? ആ ഫുള്ള് ആ ബീജിയം വരുമ്പോ മാത്രം ഇച്ചിരി തുറന്നു. അതെ. ഓക്കെ, ചോദിക്കാം. എം ജി സാർ,
എക്സലന്റ് സെലക്ഷൻ. താങ്ക് യു സാർ. പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ബ്യൂട്ടിഫുൾ സോങ് ബൈ ജയേട്ടൻ. ആഹാ, അദ്ദേഹം അത് നല്ല പളുങ്ക് പോലെ പാടി വെച്ചിട്ടുണ്ട് ഈ പാട്ട്. ഡീറ്റെയിൽ പെട്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ പറയും. ഇത് പണിതീരാത്ത വീടെന്ന് പറഞ്ഞ മൂവിയിലെ പാട്ടാണ്. ഇത് മ്യൂസിക് ചെയ്തേക്കുന്ന MS വിശ്വനാഥൻ സാർ, ലിറിക്സ് എഴുതിയേക്കുന്ന വയലാർ രാമവർമ്മ സാർ, പാടിയ ജയചന്ദ്രൻ സാർ. നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സാർ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പാടി. താങ്ക് യു സാർ. ഓൾമോസ്റ്റ് 90% വളരെ നന്നായിട്ട് പാടി. താങ്ക് യു സാർ. കുറച്ച് സ്ഥലങ്ങളാണ് ഈ പ്രപഞ്ച മന്ദിരമേ എന്ന് പാടുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ ശരിക്കും അതാ എക്കോ ഉണ്ട് അവിടെ. അതെ, അപ്പൊ മന്ദിരമേ ആ ഒരു ഇച്ചിരി ഒരു ഗ്ലൈഡ് ഉണ്ട്. മോനെങ്ങനെ പാടിയത്? മന്ദിരമേ അതെ. നാനിനനാ നാനിനനാ നാ മന്ദിരമേ. അവിടെ കൊണ്ട് മുട്ടിച്ചു കഴിഞ്ഞാൽ അത് കഴുക്കോല് കയറിയിരിക്കുന്നവരിക്കും. താനിനനാ മന്ദിരമേ മന്ദിരമേ മേ താനിനനാ. അത്രേ ഉള്ളൂ, അത് നോക്കിക്കൊണ്ടാ മതി. ഓക്കെ സാർ. പിന്നെ അതുപോലെ തന്നെ ചാമരം വീശും ലാസ്റ്റിൽ പാടി, അതെങ്ങനെയായിരുന്നു? വെള്ളിച്ചാമരം വീശും വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ മേഘങ്ങളെ. ഓക്കെ, അങ്ങനെ അത് കുറച്ച്. പിന്നെ അതുപോലെ അരയന്നങ്ങളെ വളർത്തിയ കുറച്ച് ശ്രുതി തോന്നിയോ? അത് മതി, സന്തോഷം. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ സരോവരമേ അതുപോലെ കുറച്ച് ചിന്ന കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. ഐ ലവ് യു. താങ്ക് യു സർ. ചേച്ചി അജൽ അസലായി പാടിടാ. നന്നായിരുന്നു. ആ ഒരു കള്ളലക്ഷണം എങ്ങനെയൊക്കെയോ ഒഴിവായി കിട്ടി. പക്ഷേ കണ്ണ് തുറന്ന് പാടണം എന്ന് വിചാരിച്ചിട്ട് കണ്ണടച്ച് പാടാന്നുള്ളതല്ല. നല്ല രസം ഉണ്ടായിരുന്നു മോൻ്റെ വോയിസ് കേൾക്കാൻ. എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് ആവാം. അതാണ് പാട്ടിനകത്ത് മുഴുവനും ആ ഒരു കോൺഫിഡൻസ് ലെവൽ തെറ്റോ എന്നുള്ള രീതിയിലാണ് ആലോചിച്ചിട്ടാണ് പോകുന്നത്. അത് മാത്രമേ ഇതിൽ എനിക്ക് ഒരു ലാക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളൂ. അല്ലാതെ നന്നായി പാടുന്ന ആളാണ്. ആഹാ എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ടല്ലോ, നമ്മുടെ അനുപല്ലവി ഫിനിഷ് ചെയ്യുന്ന ആ ഫിനിഷിങ് കേൾക്കണം മോനെ. അത് ഫിനിഷിങ് കേൾക്കുന്നില്ല. അതൊന്ന് പാടോ? കളലക്ഷണം വന്നുണ്ടോ? ഇത് ക്ലാരിറ്റി വരുന്നില്ല. എന്താണ് അവിടെ ഉള്ളത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് കേൾക്കണം. അത് മോൻ പാടുമ്പോൾ ഇപ്പോഴും അത് പാടാൻ പറയുമ്പോൾ ആലോചിച്ചിട്ടാ പോകുന്നത്. ആ ഫിനിഷിങ് നോട്ടിൽ ആ ലാൻഡിങ് എന്താണെന്ന് മനസ്സിലായില്ല. അത് അനുപല്ലവിയിലും ചരണത്തിലും അതുപോലെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ കോൺഫിഡൻസ് ഒന്ന് വരുത്തിയെടുക്കും. കാരണം ആ കോൺഫിഡൻസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി വോയിസിലൊരു പവർ വരും. അത് മാത്രമാണ് ഇതിൽ എനിക്ക് തോന്നിയത്. അല്ലാതെ മനോഹരമായ സെലക്ഷൻ, മനോഹരമായിട്ട് പാടി. ഓർക്കസ്ട്രയും സൂപ്പർ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ശരത് സർ. ഹായ് അജലേ. ഹായ് സാർ. എന്തൊക്കെയുണ്ട്? സുഖം. ആഹാ, ഇപ്പം എന്താ അതിമനോഹരമായിട്ടാണ് നീ സംസാരിക്കുന്നത്. താങ്ക് യു സാർ. പക്ഷെ പാട്ടിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ചില അക്ഷരങ്ങൾക്കൊരു ശുദ്ധിയില്ല. അതെപ്പം വരുത്തും? ഉടനെ വരുത്താം സാർ. അത് ഷോ തീരാറായി, നീയാണെപ്പോഴും വരുത്താനാ? ആ, മേഘങ്ങളെ അപ്പോൾ അതിനൊരു സുഖമില്ല. മേഘങ്ങളെ എന്ന് പറഞ്ഞാൽ അതിനൊരു സുഖമുണ്ടോ? അത് പറയൂ എൻ്റെ അടുത്ത്. ഇല്ല സാർ. ആ, സുഖമില്ല. മേഘങ്ങളെ എന്ന് പറയുമ്പോൾ ആ അക്ഷരത്തിനൊരു വൈബ്രേഷൻ ഉണ്ട്. അപ്പോൾ അത് കുറേയും കൂടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും കേൾക്കാൻ. ഈ ഫിലിം കണ്ടതാണോ? ഇല്ല സാർ. നന്നായി. ഈ പാട്ടെങ്കിലും താങ്കൾ കണ്ടോ? പാട്ട് ഞാൻ കണ്ടില്ല. നീ ഇറങ്ങി പോടാ. നീ പാടണ്ട, നീ ഷോയിൽ വേണ്ട. കേട്ടോളൂ സാർ. അല്ല ചക്കരെ, ഇത് ആരാ അഭിനയിച്ചതെന്ന് അറിയാം അറ്റ്ലീസ്റ്റ്? ഇത് ആരാണ്? എനിക്കറിയില്ല സാറാണോ? നീ എന്തിനാണ് നീ പാടുന്ന ഒരു പാട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്? എനിക്കറിയില്ല സാർ. നസീർ സാർ, അദ്ദേഹത്തിനെ കാണാൻ എന്ത് സുന്ദരനാണെന്നറിയ ഒരു പാട്ട് സീനിൽ. കാണണ്ടേ? അത് അഭിനയിച്ചേക്കുന്നത് പാട്ട് സീൻ. നസീർ സാറിനെ പോലെ അഭിനയിക്കാൻ ഇവിടെ ആരുമില്ല കേട്ടോ. അദ്ദേഹമാണ് ടോപ്പ് മോസ്റ്റ് നമ്മുടെയൊക്കെ കണക്കിൽ. എന്നാൽ അദ്ദേഹം പാടുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞും കൂടാ. പാടുന്നവർ പോലും അത്രയും നന്നായിട്ട് അഭിനയിക്കത്തില്ല. അതുകൊണ്ട് പറഞ്ഞ അതൊക്കെ കാണണം. ഉഗ്രം പാട്ടടാ. താങ്ക് യു. ആഹാ, എന്ത്
അത് കുറ്റാക്ക് 2 മണിക്ക് രാത്രി നിന്നിത് പാടിയാലും പൂവൻ കോഴി കൂവും. അങ്ങനെ ഒരു പാട്ടാണിത്. അത്ര പ്രകാശമുണ്ടടാ. ഒന്നാമത് ഈ ഒരു രാഗം, ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു കോമ്പസിഷൻ നന്നായിട്ട് പാടി. എനിക്ക് കുറേ ഇഷ്ടമായി നീ പാടിയത്. ഈ മേഘം അതൊക്കെ കറക്റ്റ് ആക്കിക്കൊള്ളണം കേട്ടോ. ഈ വസന്തവും ശിശിരവും ഒന്ന് പാടാമോ? വസന്തവും ശിശിരവും കുളിക്കാൻ വസന്തവും ശിശിരവും വസന്തവും ശിശിരവും കുളിരവും. അതിന് 2 വൈബാണ്. നീ പാടുന്നതിന് ഞാൻ പാടുന്നതിന് വേറെ ആണ് അതിന്റെ മീനിങ്. അപ്പൊ അത് പാടണ്ടേ? പാട്. വസന്തവും ശിശിരവും വസന്തവും അതല്ല വസന്തവും വസന്തവും ശിശിരവും കുളിക്കാൻ ശിശിരവും ശിശിരവും കുളിക്കാനിറങ്ങുന്ന വനസരോവരമേ. നിക്കട്ടെ, അതൊക്കെ ഓക്കെ. ഇത്ര ഉള്ളു പ്രധാനമായിട്ട്. മേഘങ്ങളും. പക്ഷെ നല്ല പാട്ടടാ. ഇപ്പൊ പോയിട്ട് ഇനി എന്ത് സംഭവിക്കുന്നോ എനിക്കത് അറിയേണ്ട കാര്യം. നാളെ വരുമ്പോൾ നീ അതിൻ്റെ ഓരോ ഷോട്ടിനെ കുറിച്ചും എനിക്കൊരു ലഘുലേഖ തയ്യാറാക്കി തരണം. അത്രേ ഉള്ളൂ. എനിക്കത് വേണം. അത് അങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. താങ്ക് യു. ഇറ്റ്സ് ഓക്കേടാ. അജലേ സാർ, ഐ ആം പ്രൗഡ് ഓഫ് യു ഡാ. താങ്ക് യു സാർ. കളിക്കും. കണ്ടില്ല, പാട്ടും കണ്ടില്ല, നമ്മളെയും കണ്ടില്ല. എടാ ഉഗ്രൻ സെലക്ഷൻ, അത് പറയാതിരിക്കാൻ വയ്യ. ഈ പറഞ്ഞ പോലെ ഒരു പ്രകാശം സ്പ്രെഡ് ചെയ്യുന്ന പരത്തുന്ന ഒരു ഉഗ്രം പാട്ട്, ഭയങ്കര പോസിറ്റിവിറ്റി ഉള്ള ഒരു പാട്ട്. നന്നായിട്ട് തന്നെ പാടിയണം. നല്ല രസമുണ്ടായിരുന്നു. കണ്ണ് തുറന്ന് പാടണം അജലെ. അടുത്തോടെ കണ്ണ് തുറന്ന് പാടാം സാർ. നമ്മളെ നോക്കിക്കോ. നീ മറ്റേ നോട്ടം നോക്കാതിരുന്നാ മതി. ഇല്ല, നേരെ നോക്കിക്കോ, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ സംസാരിക്കുന്നില്ലേ, അതുപോലെ നോക്കിക്കോ. നല്ല രസമുണ്ട്. എന്താ പ്രശ്നം? അത് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിങ്ങനെ പാടുമ്പോഴേക്ക് അതിങ്ങനെ എന്റെ അജലെ. ശരി, അപ്പം ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ടടാ. താങ്ക് യു സാർ. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. നല്ല മാർക്സ് കിട്ടട്ടെ. അതെ 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 അതെ. ചേച്ചി കേട്ടില്ല, ബാക്കി കേട്ടു. എക്സ്പ്രഷൻ ഒക്കെ ഇടുന്നുണ്ട്. എന്നാ മാർക്സ് ചോദിക്കാം. ഓ ശരി, ചോദിക്കാം. കണ്ണൊക്കെ ഇങ്ങനെ ഇപ്പൊ ചാടി എന്റെ കയ്യിൽ വരും. ഓക്കെ, ശരത് സർ. അജൽ സാർ 9.4 മാർക്സ്. താങ്ക് യു സാർ. താങ്ക് യു. അജൽ. താങ്ക് യു. MG സർ 9.5. ചേച്ചി. അജൽ മാം, സുപ്രഭാതം. സുപ്രഭാതം. മാർക്സ് താങ്ക് യു ദാ മാം. പിടിച്ചോ. താങ്ക് യു മാം. ടോട്ടൽ 18.9. താങ്ക് യു. Magic Beats, super.